എഴുതുകയും ഇത് ലോ ആൻഡ് ഓർഡർ ഉണ്ടാവും, അതുകൊണ്ട് ഒരിക്കലും ഇവിടെ പള്ളി ഉണ്ടാക്കാൻ അനുവദിച്ചുകൂടാ എന്ന് ആ തരത്തിലുള്ള അന്നത്തെ കലക്ടർ ശക്തമായി എഴുതിക്കളഞ്ഞു. ഞങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങിയ സ്ഥലം, ആ സ്ഥലത്ത് നിയമവിധേയമായി മാത്രമാണ് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളത്. യാതൊരു വയലേഷനുമില്ലാതെ പ്ലാൻ കൃത്യമായി തന്നെ കൊടുത്തിട്ടുള്ളതാണ്. ആരുടെയോ കത്തുകൾ പരിഗണിച്ച് അല്ലെങ്കിൽ നിർബന്ധം പരിഗണിച്ച് നിങ്ങൾ പിന്നെ കൊടുക്കാം, ഞാൻ എന്ത് പറയുന്നത് അവർ കേൾക്കാണ്ടായിപ്പോ. ആരുടെയോ നിർബന്ധം കൊണ്ട് കലക്ടർ അങ്ങനെ എഴുതിയതാ. അങ്ങനെ ഞാനും KP ഹംസ മുസ്ലിയാരും കരുണാകരന്റെ വീട്ടിൽ പോയി. അദ്ദേഹം കലക്ടറെ ഓർഡർ ഇങ്ങോട്ട് വായിച്ച് ഒരു നിർവാഹവും ഇല്ല. ഈ ലോ ആൻഡ് ഓർഡറിന്റെ വിഷയത്തിൽ കലക്ടർ തീരുമാനിച്ച തീരുമാനത്തിനെതിര് എടുക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്നില്ല, ഇവിടെ നിങ്ങളെ വീട്ടിൽ താമസിച്ചു കൊള്ളാമെന്ന്. അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നാൽ നമുക്ക് വൈകുന്നേരം കാണാം. വൈകുന്നേരം ഞങ്ങൾ ചെന്നപ്പോ ഇങ്ങനെ കാലിന്റെ തുടക്കടിച്ചിട്ട്, ഞാൻ ഒരു പോംവഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? അവിടെ ക്രമസമാധാനമുണ്ടാകുകയില്ല, കുഴപ്പമുണ്ടാകും എന്ന് കലക്ടർ എഴുതിയതിന്റെ അർത്ഥം അവിടെ ഡെഡ് ബോഡി വെക്കും എന്ന നിലയിലാണ് എന്ന് നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ടൊരു കമ്മീഷനെ വെച്ചുകൊണ്ട് അവിടെ ഡെഡ് ബോഡി വെക്കുകയില്ല എന്ന് നമുക്ക് എഴുതിക്കാം, എന്നിട്ട് നമുക്ക് പള്ളി ഉണ്ടാക്കാം എന്ന് കരുണാകരൻ പറയുകയും, അങ്ങനെ മൂർത്തി എന്ന പേരിൽ ആരാണെന്ന് എനിക്കറിയില്ല, ഒരു കമ്മീഷന് വെച്ചുകൊണ്ട് അദ്ദേഹം വന്ന് എഴുതി. അവിടെ നിയമവിധേയമായിട്ടാണ് പ്ലാൻ കൊടുത്തിട്ടുള്ളത്. അവിടെ യാതൊരു വയലേഷനുമില്ല, അവിടെ യാതൊരു കുഴപ്പങ്ങളും ഇല്ല. അതുകൊണ്ട് പിന്നെ അവിടെ ഡെഡ് ബോഡി വെക്കുമെന്നുള്ളത് ആരോ ഒക്കെ പറഞ്ഞു വരുത്തിയതാണ്. ആകെ കുറഞ്ഞ സ്ഥലമാണുള്ളത്, അവിടെ ഡെഡ് ബോഡിയൊന്നും വെക്കൂല, ആളുകൾ നിസ്കരിച്ച് പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് അനുവാദം ലഭിക്കുന്നതിന് സഹായിച്ചു എന്നത് ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം പ്രത്യേകമായി നിങ്ങളെയൊക്കെ കേൾപ്പിക്കുകയാണ്. അങ്ങനത്തെ ചില കഴിവ് യുക്തിയും ഇപ്പോഴത്തെ മന്ത്രിമാർക്കൊക്കെ ഉണ്ടാവുകയും വേണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾക്കങ്ങനെ വേണ്ടി വരും. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതുപോലെ കോഴിക്കോട് ഇപ്പോ ഒരു സ്റ്റേഡിയത്തിനടുത്തൊരു പള്ളി, ആ പള്ളിയുടെ പ്രകാരം നിയമവിധേയമായി കോർപ്പറേഷൻ ഞങ്ങൾക്ക് തന്നു. കോർപ്പറേഷൻ തന്നിട്ട് അപ്പോ ഒരാൾ പെറ്റീഷൻ കൊടുത്തു, അവിടെ അമ്പലമുണ്ട്, അവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. എറണാകുളത്ത് ഞങ്ങൾ പറഞ്ഞ അളക്കണം. അമ്പലവും പള്ളിയും അങ്ങാടിയും ഒക്കെ തമ്മിലുള്ള ദൂരം ഒന്ന് അളക്കണം. അളന്നിട്ട് തരാൻ പറ്റിയെങ്കിൽ ഞങ്ങൾക്ക് തന്നാ മതി, ഇതും വേണമെന്ന്. അന്നത്തെ റവന്യൂ മന്ത്രി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോസഫ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് നേരെ വീട്ടിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച്, ഞാനിങ്ങനെ ഓർക്കാണ്, എന്റെ കൈ തമ്പടങ്ങനെ പിടിച്ചിട്ട്, ഇത് വാങ്ങിക്കോ, അത് എഴുതി കൊടുക്ക്, ഓർഡർ ഇട്ട് കൊടുത്ത് പള്ളി ഉണ്ടാക്കട്ടെ, നിയമത്തിന് വിധേയമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും ഈ സമുദായത്തിന് ദോഷമില്ലാത്ത, കുഴപ്പമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള, അത് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. ഞാൻ മർക്കസിന് മാത്രം ചെയ്തു എന്ന് പറയുന്നില്ല, എല്ലാ ജാതി മതഭേദമന്യേ ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരു തികഞ്ഞ ബുദ്ധിമാനായ രാഷ്ട്രീയ നേതാവാണ് കരുണാകരന്റെ മരണത്തോടുകൂടി ഇവിടെ നഷ്ടപ്പെട്ടത് എന്ന് അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കഴിഞ്ഞ വർഷങ്ങളിലായി